അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർമ്മങ്ങൾ അത് വളരെ കുറച്ചാണെങ്കിലും സ്ഥിരമായി ചെയ്യുന്ന കർമ്മങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും ഇഷ്ടമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. റസൂൽ പറഞ്ഞു, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹ വ ഇൻ ഖല്ല. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് അദ്വമുഹ, സ്ഥിരമായി ചെയ്യുന്നതാണ്. വ ഇൻ ഖല്ല, അതിന് കുറഞ്ഞാലും ശരി, കുറച്ചാണെങ്കിലും സ്ഥിരം കർമ്മങ്ങൾ ചെയ്യുക എന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ സ്ഥിരം ചെയ്യുന്ന ചില കർമ്മങ്ങളുടെ ഓഹരി ഉണ്ടാകൽ അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ നാമ അൻ ഹിസ്ബിഹി, ആരെങ്കിലും അവൻ്റെ ഓഹരി പൂർത്തിയാക്കാതെ ഉറങ്ങിപ്പോയാൽ, ഔ അൻ ഷൈഇൻ മിൻഹു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം, അവൻ സ്ഥിരം ചെയ്യുന്ന അവൻ്റെ കർമ്മങ്ങളുടെ ഒരു ഓഹരിയോ അതിൻ്റെ ഒരു ഭാഗമോ, ഒരു ഹിസ്ബ് നഷ്ടപ്പെട്ടു പോയാൽ, ഫഖറഅഹു ഫീമാ ബൈന സ്വലാത്തിൽ ഫജ്രി വ സ്വലാത്തിൽ ദുഹരി, അവനത് അടുത്ത ദിവസം സ്വലാത്തുൽ ഫജ്റിനും സുബ്ഹി നിസ്കാരത്തിനും ളുഹർ നിസ്കാരത്തിനും ഇടയിൽ അവനത് പൂർത്തീകരിച്ചാൽ, കുതിബ ലഹു കഅന്നമാ ഖറഅഹു മിനൽ ലൈലി, അവൻ കഴിഞ്ഞ രാത്രി അത് പൂർത്തിയാക്കിയ അതേ പ്രതിഫലം അവന് രേഖപ്പെടുത്തപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്നതായി കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ മറ്റൊരു റിവായത്തിൽ കാണാം, മൻ ഫാത്തഹു ഹിസ്ബുഹു മിൻ ലൈലി, അവൻ സ്ഥിരം ചെയ്യുന്ന, രാത്രി സ്ഥിരം ചെയ്യുന്ന ഒരു ദിവസം പൂർത്തിയാക്കേണ്ട ഒരു ഓഹരി ഉണ്ടാവും. അവൻ്റെ കർമ്മങ്ങൾ, ദുആകളിൽ, ദിക്റുകളിൽ, ഖുർആൻ പാരായണങ്ങളിൽ, ഇൽമിൻ്റെ പഠനങ്ങളിൽ അവൻ സ്ഥിരം ചെയ്യുന്ന നവാഫിലുകളായ സുന്നത്തുകളായ ഒരു ഓഹരി ഉണ്ടാവും. അതവൻ പൂർത്തീകരിക്കാൻ അന്ന് രാത്രി ഉറക്കം കൊണ്ടോ എന്തെങ്കിലും ശർഈയായ ഉദ്റുകൾ കൊണ്ടോ തിരക്കുകൾ കൊണ്ടോ അവന് അത് പൂർത്തിയാക്കാൻ കഴിയാതിരുന്നാൽ, അടുത്ത ദിവസം സുബഹിക്കും ളുഹറിനും ഇടയിൽ അവനത് പൂർത്തീകരിച്ചാൽ അവൻ കഴിഞ്ഞ ദിവസം പൂർത്തീകരിച്ച പ്രതിഫലം അത് ഖളാ വീട്ടാമെന്നാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമലുകളിൽ അവിടുത്തെ രാത്രി നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നഷ്ടപ്പെട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത ദിവസം 12 റക്അത്തായി, റസൂല് 11 റക്അത്താണ് രാത്രി നിസ്കരിച്ചിരുന്നത്. അത് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടു പോയാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം 12 റക്അത്തായി അടുത്ത ദിവസം അത് ഖളാ ചെയ്യുമായിരുന്നു എന്ന് കാണാൻ കഴിയും. അതുകൊണ്ട് ഈ ഹദീസ് നമുക്ക് കിട്ടേണ്ട പാഠം, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വിറുതുകൾ ഉണ്ടാകണം. ഓരോ കർമ്മങ്ങളിൽ ഒരു പേജ് ഞാൻ ഇത്ര ദിവസം, ഒരു ദിവസം ഇത്ര ഓതിയിരിക്കും, ഈ ഓതൽ നിർബന്ധമാണ്. ഒരു ജുസ് അല്ലെങ്കിൽ അര ജുസ്, എത്രയാണ് നമുക്കൊണ്ട് സാധിക്കുന്നത്, അത് ഈ ദിവസം ഞാൻ അത് പൂർത്തിയാക്കിയിട്ടേ ഉറങ്ങുള്ളൂ എന്നൊരു നിശ്ചിത ഓഹരി നമുക്ക് ഉണ്ടാകണം. ഈ ദിക്റുകൾ ഇത് ഞാൻ എന്തായാലും പറഞ്ഞിരിക്കും. അങ്ങനെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശൈലിയായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൻ്റെ ശൈലിയായിരുന്നു. ആ ഒരു രൂപം നമ്മളും പിൻപറ്റേണ്ടതുണ്ട്. സ്ഥിരമായി ചെയ്യുന്ന നല്ല കർമ്മങ്ങൾക്കാണ് ശരീഅത്ത് പ്രോത്സാഹനം നൽകിയിട്ടുള്ളത്. അതുകൊണ്ടാണല്ലോ സൂറത്തുൽ മുൽക്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഈ ദുനിയാവെന്ന് പറയുന്നത്, മരണവും ജീവിതവും അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ആരാണ് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണെന്നാണ്. അവിടെ അഹ്സൻ എന്ന വാക്കുണ്ട് ഉപയോഗിച്ചത്. നല്ല കർമ്മങ്ങൾ, അക്സർ എന്നല്ല, ധാരാളം ചെയ്യുക എന്നല്ല, മറിച്ച് ചെയ്യുന്നത് നല്ല കൃത്യമായ ഖുശൂഅോടുകൂടി, ശ്രദ്ധയോടുകൂടി, റബ്ബിനെ മാത്രം പ്രീതി കാംക്ഷിച്ചുകൊണ്ട്, റബ്ബിൻ്റെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് കർമ്മങ്ങൾ ഉണ്ടാകുമ്പോഴാണ്, അങ്ങനെയുള്ള കുറച്ച് കർമ്മങ്ങളാണെങ്കിലും സ്ഥിരമായി ചെയ്യുമ്പോഴാണ് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടമുള്ള കർമ്മമായി മാറുക എന്ന് ഹദീസിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഉലമാക്കൾ പറയുന്നതായി കാണാൻ കഴിയും, വഅന്ന ഖലീലഹു ദായിം ഖൈറും മിൻ കസീരിൻ മുൻഖതി', മുറിഞ്ഞു പോകുന്ന ധാരാളം പ്രവർത്തനങ്ങളെക്കാൾ നല്ലത് സ്ഥിരമായി ചെയ്യുന്ന കുറച്ച് കർമ്മങ്ങളാണ് എന്ന് ഉലമാക്കൾ പറയുന്നതായി കാണാൻ കഴിയും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കർമ്മത്തെ പറ്റി പോലും ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നതായി കാണാം, കാന അമലുഹു ദീമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കർമ്മം, ഒരു കാര്യം ആരംഭിച്ചു കഴിഞ്ഞാൽ നബി ഇത് സ്ഥിരം ചെയ്യുമെന്ന് ഇമാം ബുഖാരിയൊക്കെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ കഴിയും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു സുന്നത്ത് നമ്മൾ പിൻപറ്റുക, ഒരു ഓഹരി നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ മുറുകെ പിടിച്ച് നല്ല കർമ്മങ്ങൾ റബ്ബിന് വേണ്ടി സമർപ്പിച്ച് ഈ ദുനിയാവിൽ നിന്ന് വിട പറയാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹാദാ വല്ലാഹു സുബ്ഹാനഹു വ തആല അഅലം
വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.